ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര മെനക്കെട്ട പരിപാടിയായിരിക്കും. അതിനകത്ത് ഏറ്റവും മെനക്കെട്ട പരിപാടിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ പൊടിയേറി പാറ്റയും പല്ലിയൊക്കെ തൊട്ടോ എന്തുവാന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തേച്ച് കഴുകി വെക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ ദാണ്ട് ഈ സ്പൂണുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. എന്നാലും നമുക്കത് ഉപയോഗിക്കാനൊരു മനസ്സ് വരണമെങ്കിൽ ഇത് ഫസ്റ്റിലേ ഇതൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ആ ഒരു ജോലിയിലോട്ട് കടക്കാനും നമുക്കൊരു ഉത്സാഹം വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പാത്രം ഇരുന്ന് ട്രേയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പൊന്ന് വൃത്തിയായിട്ടൊന്ന് തേച്ച് കഴുകുന്നുണ്ട്. അതും സോപ്പിട്ട് തന്നെയാണ് കഴുകുന്നത്. പിന്നീട് ഇതാണ്ട് നമ്മുടെ ആ സ്ലാവിൻ്റെ പുറമൊക്കെ ഒന്ന് നല്ലോണം കൗണ്ടർ ടോപ്പ് നല്ലോണം ഒന്ന് എന്താ പറയുക, കഴുകി വൃത്തിയാക്കി തുടച്ച് മാറ്റി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടിന്നുകളൊക്കെ. ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് കഴുകി എല്ലാം ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നീട് വന്നപ്പോഴത്തേക്ക് മൊത്തം പൊടിയായിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ വർക്ക് ഏരിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്, നെറ്റാണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാരണം നമ്മൾ ഈ കാറ്റടിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പൊടിയൊക്കെ വീണിട്ട് ഇത് ആയിട്ട് കിടക്കും, ഒരു മെസ്സി ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആഹാ, ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു മനസ്സുഖം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴാണ് പാചകം ചെയ്യാനും അടുക്കള നിൽക്കാനും ഒക്കെ ഒരു ത്രില്ല് വരുന്നത്. അപ്പോൾ ദാണ്ടെ അതിന് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ സിങ്കും ഒന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം പിന്നെ അവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് തുടച്ചും വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ഇത് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ വന്നപ്പോൾ. അപ്പോൾ അത് വെട്ടി ക്ലീനാക്കിയായിരുന്നു തന്ന് വിട്ടത്. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ തണുപ്പും ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിരുന്നു. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്, എന്തോ ഒരു 2 വട്ടം പോകേണ്ടി വരും. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ മുളക് കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആകുമ്പം നമുക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതും ഞാൻ ഓരോന്ന് വെക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നാളെ എടുക്കാം എന്ന് കരുതുന്നു. പിന്നെ അത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പയറും അതിനകത്ത് കിടക്കുന്ന പച്ചമുളകും ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദാണ്ടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞ് സവാളയും പച്ചമുളകും ഒക്കെ ആയിട്ടൊന്ന് അരിഞ്ഞ് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനൊരു കാര്യം അങ്ങ് മറന്നുപോയി. ഇന്നലെ രാത്രിയിൽ എന്താ പറയുക, തേങ്ങ പൊതിച്ച് തിരിഞ്ഞ് വെക്കാനുള്ള കാര്യം അങ്ങ് മറന്നുപോയി. അപ്പോൾ എന്താണ്ട് അതിനുശേഷം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുവാണേ. ചപ്പാത്തി അപ്പോഴത്തേക്കും കറണ്ട് കട്ടിങ് ആയിപ്പോയി. പിന്നെ കറണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത്രയൊക്കെ